ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഹോംവർക്ക് ഒക്കെ ചെയ്താ? ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ 2 ലൈൻ കീപ്പ് ചെയ്യുന്നുണ്ടോ നിങ്ങള്? എങ്ങനെയാണ് നിങ്ങളുടെ പുസ്തകം ഇപ്പൊ ഇരിക്കുന്നത്? ശരിയല്ലേ? ശരിയാണോ? ഇതുപോലെയൊക്കെ തന്നെ എഴുതിയിട്ടുണ്ടോ? ഇതെന്താന്ന് മനസ്സിലായല്ല? ടീച്ചർ തന്ന ഹോംവർക്കിന്റെ ആൻസർ എത്ര പേർക്ക് കിട്ടി? 3 അക്ഷരമുണ്ട്, കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചർ. കണ്ടുപിടിച്ചാ? അപ്പൊ അത് ഏതിലായിരുന്നു തുടങ്ങിയത്? ഫായില് അല്ലെ? ഇന്ന് നമുക്ക് അധികം വർത്തമാനം പറഞ്ഞു നിൽക്കാൻ സമയമൊന്നുമില്ല. നമുക്ക് ഇന്ന് കുറച്ച് കാര്യങ്ങൾ കൂടുതൽ ചെയ്യണം. ചെറിയൊരു എക്സ്പെരിമെന്റ് ഉണ്ട്, ഒരു ചെറിയൊരു ടെസ്റ്റ് പേപ്പറും ഉണ്ട്. അപ്പൊ ചെറിയ റിവിഷൻ അങ്ങോട്ട് നമുക്ക് ആദ്യം നടത്താം. ഓക്കെ, ചെറിയൊരു റിവിഷൻ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ടെസ്റ്റ് പേപ്പർ നടത്താം. നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ ടീച്ചർ ഒന്നുകൂടി എഴുതാൻ പോണേന്ന്. ഏതക്ഷരമാണ്? റ, ര, ത, ന, ഫ, വ. ശരിയായില്ലേ? ആകെ പഠിച്ച അക്ഷരം 1/2 ഡസൻ. എത്രയാണ് 1/2 ഡസൻ എന്ന് പറഞ്ഞാല്? 6. ഇനി നമുക്ക് ഇതിൽ നിന്ന് പഠിച്ച വാക്കുകൾ ഓരോന്നോരോന്ന് എഴുതാം. ആദ്യം നമുക്ക് റായും വായും. നമ്മുടെ 2 ലൈനിൽ തന്നെ ആദ്യത്തെ വാക്ക് ഇപ്പൊ റവയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം അത് എഴുതി. ഇനി റാ വച്ച് വല്ലതും ഉണ്ടാക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല. ഇനി നമുക്ക് രായിൽ തുടങ്ങുന്ന ഇതുവരെ കിട്ടിയിട്ടില്ല. തായാണെങ്കിൽ തറ. നമ്മൾ അന്ന് പറയാവുന്ന ഒരു വാക്കുണ്ട്, തവ. ഈ കറിയൊക്കെ വെക്കാനായിട്ട് പരന്ന പാത്രമാണ് തവ. ഇനി നമുക്ക് നാ വെച്ച്, നായിൽ തുടങ്ങുന്നത് ടീച്ചർ എന്ന് പറഞ്ഞ് നര. നര. പിന്നെ വേണമെങ്കിൽ നമുക്ക് നവ എടുക്കാം. നവ, പുതിയത് എന്നൊക്കെയുള്ള ഒരെണ്ണത്തില് ആ ഒരു വാക്കിന് നമ്മൾക്ക് വേണമെങ്കിൽ നവ. ഇനി പായാണെങ്കിൽ കുറെ വാക്കുകളുണ്ട്. ടീച്ചർ റെഡിൽ എടുക്കാം. പറ, പത, പത, പന, പന. ഇനി നമ്മള് പുതിയൊരു വാക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞതും പായിലാണ് തുടങ്ങുന്നത്. വേറെ വല്ല വാക്ക് കിട്ടിയോ നിങ്ങൾക്ക്? 3 അക്ഷരമുണ്ട്, കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞില്ലേ? അതേതാണ്? പ, റ, വ. പ, റ, വ, പറവ. ഇനി നമുക്കൊരു അക്ഷരം ബാക്കി വന്നത് വ. വായിൽ തുടങ്ങുന്നത് ഏതൊക്കെയാണ്? അരി വറുക്കാനൊക്കെ പറയണമെങ്കിൽ വറ അല്ലെ? വറ. പിന്നെ വര, വര. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇത്രയും വാക്കുകൾ ഒരു പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത്, ഇനി ഇതൊക്കെ ഒന്ന് മനസ്സിൽ ഉറപ്പിച്ചോ. വേഗം ഡിക്റ്റേഷൻ പുസ്തകം എടുക്കുക. 1 മിനിറ്റ് ടൈം തരാം ടീച്ചർ. വേഗം പോയിട്ട്. ഇപ്പൊ ഞാനൊരു പ്രത്യേക കാര്യം പറയാം. ഈ സമയത്ത് ടെസ്റ്റ് പേപ്പർ നടത്തുമ്പോ ഒരു കാരണവശാലും കുട്ടികളെ ഹെൽപ്പ് ചെയ്യരുത്. അവർ തന്നെത്താനെ അറ്റൻഡ് ചെയ്യുക. അത് ക്ലാസ് റൂമൊന്നും അല്ല. ആരും വാച്ച് ചെയ്ത് അടിക്കാനോ പിടിക്കാനോ കളിയാക്കാനോ ഒന്നുമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞ്, ഒരക്ഷരവും ഇല്ലാത്ത കുട്ടികളെ ഉദ്ദേശിച്ച് മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പൊ നടത്തുന്ന ടെസ്റ്റ് പേപ്പറിൽ പാരന്റ്സോ കൂടെ നിൽക്കുന്ന മുതിർന്നവരോ കുട്ടികളെ സഹായിക്കരുത്. അവർ തന്നെ ചെയ്യണം. അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എടുക്കുമ്പോ കേട്ടോ. ഓക്കെ, എല്ലാവരും ഡിക്റ്റേഷൻ എടുക്കാനുള്ള ഒരു സഹായം വേഗം ചെയ്തു കൊടുക്കുക. തുടങ്ങാം പരീക്ഷ. ടീച്ചർ ഒന്നുകൂടി പറയുന്നു, ആരും സഹായം കൊടുക്കണ്ട കൊച്ചുങ്ങൾക്ക്. അവര് തന്നെത്താനെ ചെയ്യണം. എന്നാലേ അത് പഠിച്ചോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ ചോദ്യം. ടീച്ചർ ഒരു ബോട്ടിലില് കുറച്ച് പൊടി ഇട്ടിട്ടുണ്ട്. നിറച്ചുണ്ടായിരുന്നു. ടീച്ചർ ഉപ്പുമാവ് ഉണ്ടാക്കി അത് ഇത്രയുമായി. ഉപ്പുമാവ് ഉണ്ടാക്കി, ഉണ്ട ഉണ്ടാക്കി, കുറുക്കുണ്ടാക്കി. നല്ല ടേസ്റ്റാണ്.
ഇത് ഗോതമ്പിൽ നിന്നാണ് ഈ പൊടി എടുക്കുന്നത്. ഇതിന്റെ പേര് കൃത്യമായിട്ട് ഊഹിച്ച് നിങ്ങൾ എഴുതണം. വേഗം. അധികം സമയം എടുക്കരുത് കേട്ടോ, കുറച്ച് സമയം. ഇനി അത് ഇവിടെ എഴുതുക. നിങ്ങൾ ഒന്നും ചെയ്യണ്ട, വരക്കൊന്നും വേണ്ട. നിങ്ങൾ ഒന്നാന്ന് എഴുതുക. നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരം എഴുതുക പുസ്തകത്തിൽ. നമ്മുടെ കോപ്പി പുസ്തകത്തിൽ എഴുതരുത് കേട്ടാ, ഏതെങ്കിലും ഒരു ഡിക്റ്റേഷൻ ബുക്കിൽ എഴുതിക്കോ. ഇനി ഇത്ര സമയം മതി, കിട്ടിയില്ലെങ്കിൽ പോട്ടെ. ടീച്ചർ അതിന്റെ വാക്ക് പറയാൻ പോണ്, അത് നിങ്ങൾ കേട്ടാണ് എഴുതാൻ പോണത്. ഊഹിച്ചിട്ട് കിട്ടിയവർക്ക് ഇനി ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് ഉറപ്പാണ് എങ്കിൽ നിങ്ങൾ അവിടെ വെറുതെ ഇരുന്നോ. കിട്ടാത്ത ആൾക്കാർക്ക് ടീച്ചർ പറഞ്ഞു തരാൻ പോകുന്നു. അതിന്റെ ഉത്തരം റവ. റവ എഴുതുക. റവ. ഇനി എഴുതാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾക്ക് തെളിവ് കണ്ടെഴുതാം. ടീച്ചർ അക്ഷരങ്ങൾ കാണിച്ചു തരും. അതിന്റെ അകത്ത് നിന്ന് നിങ്ങൾ റായും വായും കണ്ടുപിടിച്ച് എഴുതണം. ഇതിന്റെ അകത്ത് നമ്മൾ പഠിപ്പിച്ച 6 അക്ഷരങ്ങളും ഉണ്ട്. അതിൽ നിന്ന് നിങ്ങൾ റ വ കണ്ടുപിടിക്കുക, എഴുതുക. കിട്ടിയോ? കിട്ടാത്തവർക്കാണ് കേട്ടോ. ഇനി ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടെഴുതാം. നമ്മുടെ 4ാമത്തെ ഇതിലെഴുതിയിട്ടുണ്ട് ടീച്ചർ റവ. ഇതിൽ നിന്ന് റവ എന്നുള്ള വാക്ക് കണ്ടുപിടിക്കുക, എഴുതുക. കണ്ടുപിടിക്കാൻ പറ്റിയ? കാണാൻ പറ്റുന്നില്ലേ എല്ലാവർക്കും? റവ. ഇപ്പോഴും കിട്ടിയില്ലാത്തവർക്ക് നോക്കി എഴുതാം. ഇതാണ് റവ. മനസ്സിലായ? ഇനി നമുക്ക് മാർക്ക് ഇടണം. ആദ്യം തന്നെ ഊഹിച്ചെഴുതാൻ പറ്റിയവർക്ക് 5 മാർക്ക് കൊടുക്കാം. അതിലെഴുതാൻ പറ്റിയില്ല, ഞാൻ പറഞ്ഞിട്ടാണ് എഴുതിയെങ്കിൽ അവർക്ക് അതിന് 4 മാർക്ക് ഇടാം. നിങ്ങൾ തന്നെത്താൻ ഇട്ടോ. അതിനുശേഷം അപ്പോഴും എഴുതാൻ പറ്റിയില്ല, റവ എന്നുള്ള വാക്കിന്റെ റായും കിട്ടിയില്ല വായും കിട്ടിയില്ലെങ്കിൽ ഞാൻ കുറച്ച് അക്ഷരങ്ങൾ കാണിച്ചു തന്നില്ലേ, അതിൽ നിന്ന് തെളിവുകൾ കണ്ട് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 മാർക്ക് ഇടാം. എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ ടീച്ചർ ഒരു ബോർഡിൽ കുറച്ച് വാക്കുകൾ കാണിച്ചു തന്നില്ലേ കണ്ടുപിടിച്ചെഴുതാൻ. മറ്റത് എഴുതിയിട്ടുണ്ടാവുമല്ല, ടീച്ചർ നോക്കി എഴുതാൻ പറഞ്ഞു. 1 മാർക്ക് ഇടാം. കണ്ടെഴുതിയവർക്ക് 2 മാർക്ക്. ഇപ്പൊ നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് അറിയാലോ, 1ാമത്തെ ചോദ്യത്തിന് എത്ര കിട്ടിയെന്ന്. അത് സൈഡിൽ എഴുതി വെക്കണം കേട്ടാ, കൃത്യമായിട്ട്. ഇനി 2ാമത്തെ ചോദ്യം. ടീച്ചർ 2 ഗ്ലാസ്സിൽ 2 സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇത് വെള്ളം. ടീച്ചർ ഇതിലേക്ക് ഒഴിക്കാൻ പോണേ കേട്ടാ. ഇനിയും ഒഴിക്കാൻ പോണ ടീച്ചർ. വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കാൻ പോകും. ഇപ്പൊ ഇതിന്റെ മുകളിൽ ഒരു സാധനം വന്നിട്ടുണ്ട്. അത് എന്താണെന്ന് എഴുതണം. ഇനി ടീച്ചർ ഈ വെള്ളം കുടിക്കൂല കേട്ടാ. കണ്ട എന്ത് സാധനമാണെന്ന് വേഗം എഴുതിക്കേ. മതിയല്ല, ഇത്ര സമയം മതിയല്ല. വേഗം എഴുതി കഴിഞ്ഞാൽ ഉത്തരം കിട്ടിയവര് ഹാപ്പി. 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട് കേട്ടാ. കിട്ടാത്തവർക്ക് ടീച്ചർ പറഞ്ഞു തരാം. എന്തായിരുന്നത്? പത. സോപ്പായിരുന്നത്, സോപ്പ് പൊടി. പത എഴുതുക. പത കേട്ടിട്ട് എഴുതുക. പത. ഇനി അത് ശരിയാണോ ഇല്ലെന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ല. എന്നിട്ട് എഴുതാൻ പറ്റിയില്ല എങ്കിൽ അവർക്കുള്ളതാണ്. ഇത് നോക്കി എഴുതിക്കോ. പായും തായും കണ്ടുപിടിക്കുക, എഴുതുക. പത. കിട്ടിയോ? ഇനിയും കിട്ടിയില്ലെങ്കിൽ പോട്ടെ, ഇതിൽ നോക്കി എഴുതിക്കോ. പത നമുക്ക് കണ്ടെഴുതാനായിട്ടുള്ളതാണ്. പത. കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. കിട്ടാത്തവര് ഇതാണ് പത. പത. പത നോക്കി എഴുത്. പത.
ഓക്കെ. ഇനി ടീച്ചർ പറഞ്ഞതുപോലെ മാർക്ക് കിട്ടോ. ആദ്യം തന്നെ എഴുതിയവര്, ഒരു കുഴപ്പമില്ലാണ്ട് എഴുതിയവര് 5 പോയിന്റ് കിട്ടും. കേട്ടെഴുതിയവർക്ക് 4, തെളിവ് കണ്ട് അക്ഷരങ്ങൾ കാണിച്ചു തന്ന് എഴുതിയവർക്ക് 3, വാക്കുകളിൽ നിന്ന് നേരെ കണ്ടെഴുതിയവർക്ക് 2, വേർഡ് മാത്രം നോക്കി എഴുതിയവർക്ക് 1 ട്ടോ. അപ്പൊ 2 ഇത് കഴിഞ്ഞിട്ടോ. അടുത്ത ചോദ്യം ടീച്ചർ പറയട്ടെ. എ ടോൾ ട്രീ വിത്തൗട്ട് ബ്രാഞ്ച്. എ ടോൾ ട്രീ നല്ല ഉയരമുള്ള മരമാണ്, പക്ഷെ ശാഖകളില്ല, അല്ലെങ്കിൽ കൊമ്പുകളില്ല, അല്ലെങ്കിൽ ശിഖരങ്ങളില്ല. ഇങ്ങനെ കോല് പോലെ പോവും. പഠിച്ചൊരു വാക്കാണ്. എഴുതിക്കോ. കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി കിട്ടാത്തവർക്ക് കേട്ടെഴുതാം. 3ാമത്തെ ചോദ്യം ടീച്ചർ എഴുതിയില്ല, 3. കിട്ടാത്തവർക്ക് ഉത്തരം ടീച്ചർ പറഞ്ഞു തരാം. കേട്ടെഴുതിക്കോ. പന. പന. ഇനിയും എഴുതാൻ പറ്റാത്ത ആൾക്കാർക്ക് 3ാമത്തെ സ്റ്റെപ്പ് തെളിവെടുത്തെഴുതിക്കോ. ഏതാണ് പ, ഏതാണ് ന എന്ന് നോക്കി വേഗം എഴുതിക്കോ. പന. ഇനിയും കിട്ടിയില്ല എങ്കിൽ പേടിക്കണ്ട, കണ്ടെഴുതിക്കോ. പന. 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 കിട്ടാത്തവര് ഇതാണ് പന. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ 5ൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് വേഗം സൈഡിൽ എഴുതിയിട്ടോ 3ാമത്തെ ചോദ്യത്തിന്. ഇനി ടീച്ചർ 4ാമത്തെ ചോദ്യം എഴുതട്ടെ. കണക്കാണ്. ഇതിന് നമ്മൾ കണക്കിൽ പറയണത് ബിന്ദു എന്ന് പറയും. ബിന്ദു അല്ലെങ്കിൽ പോയിന്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഇതും ഒരു ബിന്ദു, പോയിന്റ്. ഈ 2 ബിന്ദുക്കൾക്കിടയിലാണ് ഞാൻ താമസിക്കുന്നത്. ഐ ലിവ് ബിറ്റ്വീൻ ദീസ് 2 പോയിന്റ്സ്. എഴുതുക. എഴുതിയാൽ ഇപ്പൊ തന്നെ എഴുതിയവർക്ക് 5 മാർക്ക് എഴുതാം കേട്ടോ. ഇനി കിട്ടിയില്ലെങ്കിൽ ടീച്ചർ പറഞ്ഞു തരാം. എന്തായിരിക്കും അത്? 2 പോയിന്റിനിടെ കൂട്ടി അങ്ങോട്ട് യോജിപ്പിക്കുന്നത് വര. ഇനി വര എഴുതാൻ പറ്റിയില്ല എങ്കിൽ ഇത് നോക്കി എഴുതിക്കോ. വാ കണ്ടുപിടിക്കുക, രാ കണ്ടുപിടിക്കുക. വര. കിട്ടിയോ? എന്നാ കിട്ടിയില്ലെങ്കിൽ പോട്ടെ. ഇതിനടുത്ത് എഴുതിക്കോ. വര. ഓക്കെ. ഇനിയും കിട്ടാത്തവർ വിഷമിക്കണ്ട, നോക്കി എഴുതാം നിങ്ങക്ക്. വര. ഓക്കെ. മാർക്ക് എഴുതിക്കോ. അടുത്ത ചോദ്യം, 5ാമത്തെ ലാസ്റ്റ്. ഐ ഹാവ് 3 letters. ഐ ക്യാൻ ഫ്ലൈ. എനിക്ക് 3 അക്ഷരങ്ങളുണ്ട്, എനിക്ക് പറക്കാൻ സാധിക്കും. എഴുതിക്കോ. എഴുതിയാ? ഉത്തരം പറവ. ഇവിടെ കിട്ടിയവർക്ക് 5 പോയിന്റ്. ഇത് കിട്ടിയില്ലെങ്കിൽ ഉത്തരം പറവ. ഓക്കെ. ഇനി അത് എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതിൽ നിന്ന് നോക്കി കണ്ടുപിടിക്കുക. പറവ കണ്ടുപിടിക്കുക, എഴുതുക. കിട്ടിയാ? അതിൽ കിട്ടിയില്ലെങ്കിൽ ഇതിനെടുത്ത് എഴുതിക്കോ. ഇതിലുണ്ട്, പറവയുണ്ട്, കിടന്ന് പറക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് കിടന്ന്. ഓക്കെ. ഇനിയും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഇതാണ് പറവ. എപ്പോഴും ശ്രദ്ധിക്കുക, പറവ അല്ലെങ്കിൽ പായും വായ എഴുതുമ്പോ സ്മോൾ റ നീണ്ട വര കൊമ്പ്, വായ എഴുതുമ്പോ ബിഗ് റ വലിയ റ ചെറിയ വര കൊമ്പ് കേട്ടോ. അത് മാറി പോവരുത്, ചിലപ്പോ രണ്ടും ഒരുപോലെ ഇരിക്കും. ഓക്കെ, പറവ. ഇനി നമുക്ക് ഇതിന്റെ സ്കോർ നോക്കണ്ടേ? ഇപ്പൊ നമുക്ക് മൊത്തം 5 ചോദ്യങ്ങളാണ്. അപ്പൊ മാക്സിമം കിട്ടാവുന്ന പോയിന്റ് 25 25 പോയിന്റ് കിട്ടുള്ളൂ. ചില ആളുകൾക്ക് 25 കിട്ടും,
ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് രണ്ടെണ്ണം ശരിയാകും, ഇതൊരെണ്ണം, അങ്ങനെയൊക്കെ ആയിരിക്കാം കിട്ടാൻ പോകുന്നത്. ഏറ്റവും കുറഞ്ഞ പോയിന്റ് ഏതായിരിക്കും? ഇവിടെ നമ്മൾ നോക്കി എഴുതുമ്പോൾ തെറ്റില്ല, തെറ്റാൻ പാടില്ല അല്ലേ? നോക്കി എഴുതണവർക്ക് എത്ര പോയിന്റ് കിട്ടും? 5 മാർക്ക് കിട്ടും. ശരിയല്ലേ? ഇവിടെ നിന്ന് ഓരോന്നിനും ഓരോ മാർക്കേ കിട്ടുള്ളൂ. 1 1 1 1 1 5. ഏറ്റവും കുറഞ്ഞ പോയിന്റ് 5 മാർക്ക് കിട്ടിയിരിക്കും. ഈ 5 മാർക്ക് മുതൽ 8 മാർക്ക് വരെ കിട്ടിയ കുട്ടി ഒരു ലെവലിൽ വരും. 9 മാർക്ക് മുതൽ 11 മാർക്ക് വരെ കിട്ടിയ കുട്ടി വേറൊരു ലെവലിലാണ്. 12 മാർക്ക് മുതൽ 14 മാർക്ക് വരെ ഒരു ലെവല്, 15 മുതൽ 18 വരെ വേറൊരു ലെവൽ, 19 മുതൽ 25 വരെ വേറൊരു ലെവലാണ്. അതായത് ഫുൾ മാർക്ക് കിട്ടി. പക്ഷേ ഫുൾ മാർക്ക് കിട്ടിയെങ്കിൽ ഓക്കെ, 25-ൽ 25. ചില കുട്ടികൾക്ക് ഇവിടെ മാർക്കുകൾ കുറയുമല്ല, ചിലപ്പോൾ തെറ്റിപ്പോവാം, അശ്രദ്ധ വരാം, അറിവില്ലായ്മ വരാം, പേടി വരാം, അങ്ങനെയൊക്കെ നമുക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാലും ചിലപ്പോൾ 19 മാർക്കായിരിക്കാം കിട്ടിയേക്കുന്നത്. ആ കുട്ടി ആ 19 മാർക്ക് മുതൽ 25 മാർക്ക് വരെ കിട്ടിയ കുട്ടിക്ക് കിട്ടുന്ന ഗ്രേഡ് എത്രയാണെന്ന് അറിയാമോ? ക്യാപിറ്റൽ എ ഗ്രേഡാണ്. അതായത് എല്ലാത്തിനും എ കിട്ടുക. അതല്ലെങ്കിൽ ഇപ്പൊ 4 എണ്ണത്തിന് എ കിട്ടി, ഇവിടെ 5 മാർക്കും കിട്ടി, ചിലപ്പോ ആ കുട്ടിക്ക് അപ്പൊ 20 ആയില്ലേ? ചിലപ്പോ ഇതൊക്കെ തെറ്റിപ്പോയി ഇവിടെയാണ് കിട്ടണമെങ്കിൽ 21, അങ്ങനെയാണെങ്കിലും എ ഗ്രേഡ് കിട്ടും. 19 മുതൽ 25 മാർക്ക് കിട്ടിയ ആൾക്കാർക്ക് എ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എ കിട്ടിയവരൊക്കെ ഒന്ന് കൈപ്പൊക്കിയേ. വെരി ഗുഡ്. ഇനി 15 മുതൽ 18 മാർക്ക് വരെ കിട്ടിയവർക്ക് കിട്ടിയ ഗ്രേഡ് ഏതാ? ബി. 12 മുതൽ 14 മാർക്ക് വരെ കിട്ടിയവർക്ക് സി. 9 മുതൽ 11 വരെ ആണെങ്കിലോ ഡി. 5 മുതൽ 8 വരെ കിട്ടിയവർക്ക് ഇ. ഇവരൊട്ടും ഒരു പ്രശ്നമില്ല. ഇവര് ഈ സ്റ്റുഡൻസ് ആണ്. അതായത് ഗെയിം കളിക്കാൻ ഇവരെ തോപ്പിച്ച് കളിക്കാൻ ആരും ഉണ്ടാവില്ല. ഇവരായിരിക്കും ബെസ്റ്റ്. മനസ്സിലായില്ലേ? ഈ സ്റ്റുഡൻറ് ഇപ്പോൾ നമുക്കറിയാലോ, ഈ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്, അതാണ് ഈ ബാൻ. ഇവർക്ക് ഇങ്ങോട്ട് കയറാം, ഇവരിങ്ങോട്ട് താഴത്തോട്ട് പോരാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ പനയെന്ന് കിട്ടിയില്ലേ? എ ടോൾ ട്രീ വിത്തൗട്ട് ബ്രാഞ്ച്. അതിന് ടീച്ചർ വേറൊരു ചോദ്യം ചോദിക്കാം, ശ്രദ്ധിക്കുക. പതയിലുണ്ട്, തറയിലില്ല. പതയിലുണ്ട്, തറയിലില്ല. നരയിലുണ്ട്, രമയിലില്ല. പതയിലുണ്ട്, തറയിലില്ല. അതാണ് ആദ്യത്തെ വാക്ക്. നമുക്ക് 2 അക്ഷരമുള്ളൂ അതിന്. അപ്പൊ പതയിലുണ്ട്, തറയിലില്ലെന്ന് പറയുമ്പോ ഇതും വെട്ടാം, ഇതും വെട്ടാം, ഇതും വെട്ടാം. അപ്പൊ ഒരു അക്ഷരം ഏതാ? പ. നരയിലുണ്ട്, രമയിലില്ലെന്ന് പറയുമ്പോ രാ വെട്ടാം, രാ വെട്ടാം. നമ്മൾ മാന്നുള്ള അക്ഷരം പഠിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മളത് വെട്ടി. അപ്പൊ നമ്മള് പതയിലുണ്ട്, തറയിലില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പ മാത്രം വെക്കുക. തറയില് തായും റായും ഉണ്ട്. അപ്പൊ തറയിലില്ലാത്ത സാധനം നമ്മൾ ഇവിടെ വെട്ടിക്കളയണം. അപ്പൊ തായും വെട്ടി, ഈ തറയൊക്കെ വെട്ടി. പിന്നെന്താണ്? നരയിലുണ്ട്, രമയിലില്ല. നരയില് രമയിൽ എന്ന് വെച്ചാൽ നമ്മൾ മാ പഠിച്ചിട്ടില്ലത്, നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഈ വാക്ക് എന്താണെന്ന് അല്ലെ? അപ്പൊ നമ്മൾ രമയിലില്ലെന്ന് പറയുമ്പോ രായും മായും വെട്ടി. അപ്പൊ നമ്മൾ ഈ രായും വെട്ടിക്കളഞ്ഞു. അപ്പൊ സാധനം എന്താ? പന. ഇതാണ് നമ്മൾ 3ാമത്തെ ചോദ്യം, ബിഗ് ട്രീ വിത്തൗട്ട് ബ്രാഞ്ച് എന്ന് പറഞ്ഞത് പന. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന വാക്ക്, നാളെ പഠിക്കാൻ പോകുന്ന വാക്ക് മ അല്ലെ? അത് കൂട്ടിക്കെട്ടിയൊരു വാക്കാണ്. നമ്മൾ ഇത്ര നേരം തുറന്നു വെച്ചതാ. തുറന്ന് ഒത്തിരി വാക്കുകളുണ്ട്, അക്ഷരങ്ങളുണ്ട്. ഇത് കണ്ട, ഒരു കുഞ്ഞു റ, പാ പോലെ വരച്ചിട്ട് ഒരു വലിയ റ, വായിട. ഇതൊരു അക്ഷരമാണ്. പക്ഷെ നമ്മൾ ഇതിൽ നിന്നൊക്കെ തുടങ്ങുന്ന വാക്കുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ വാക്കുകൾ വരുന്ന അക്ഷരങ്ങൾ പഠിച്ച് പോകാം അങ്ങോട്ട്. അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് ടീച്ചർ ഹോംവർക്ക് ഒന്നും തരുന്നില്ല. കൃത്യമായിട്ട് ഈ 6 അക്ഷരങ്ങളും അതിൽ നിന്ന് കിട്ടിയ വാക്കുകൾ ഒന്നുകൂടി ഉറപ്പിക്കുക. നാളെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ടാറ്റാ.